നിങ്ങളിപ്പോൾ എഴുതി വെച്ചോളൂ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ദയനീയമായി തൂക്കും. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും തകർക്കാൻ കഥകളുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് നേരെ പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ കേരളത്തിൽ സാമ്പത്തിക പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ സാമ്പത്തിക കുഴപ്പവും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് അർഹതപ്പെട്ട വിഹിതം തന്നിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചതാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ച നടപടിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഇന്നലെ ശ്രമിച്ചത്. കേരളത്തിന് ലഭിക്കേണ്ട ഒരു അവകാശം, ആനുകൂല്യം കേന്ദ്രം നിഷേധിക്കുമ്പോൾ ഇന്ന് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നുണ്ട്. മുമ്പ് UDF അധികാരത്തിലിരുന്ന സംസ്ഥാനമല്ലേ? ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? ആ കാര്യങ്ങളെക്കുറിച്ചൊരു ശരിയായ രാഷ്ട്രീയ സമീപനമാണോ UDF സ്വീകരിക്കുന്നത്? അവരും BJPയും ഒരേ നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഇടതുപക്ഷ വിരുദ്ധ നിലപാടല്ലേ അവർ സ്വീകരിക്കുന്നത്? കേരളത്തിൻ്റെ താല്പര്യങ്ങളല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ആവശ്യപ്പെടുന്നത്? കേരളത്തിലെ 3.5 കോടി ജനതയുടെ പ്രശ്നമാണ്, അവരുടെ അഭിവൃദ്ധിയാണ്. ആ 3.5 കോടി ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അർഹതപ്പെട്ട സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും തരുന്നില്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് 1 രൂപ കേന്ദ്ര ഗവൺമെൻറ് നികുതി പിരിക്കുമ്പോൾ കേരളത്തിന് കൊടുക്കുന്ന 25 പൈസയാണ്, ഉത്തർപ്രദേശിന് കൊടുക്കുന്ന 1 രൂപയാണ്, 1 രൂപ 56 പൈസ. ഗുജറാത്തിന് കൊടുക്കുന്ന 1 രൂപയാണ്. 1 രൂപ നികുതി പിരിക്കുമ്പോൾ 1 രൂപയാണ് ഗുജറാത്തിന് അവരെടുക്കുന്ന വാങ്ങുന്ന പൈസ അവിടെ തന്നെ. കർണാടകത്തിന് കൊടുക്കുന്ന 1 രൂപ വാങ്ങുമ്പോൾ 50 പൈസയാണ്. കേരളത്തിന് തരുന്നത് 25 പൈസയാണ് 1 രൂപ നികുതി പിരിക്കുമ്പോൾ. അതിന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ്. ഈ കേരളത്തിലെ ജനത നേടിയിട്ടുള്ള ഈ പുരോഗതി, അതാണ് ഇതിന് തടസ്സമായി കേന്ദ്ര ഗവൺമെൻറ് വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ തന്നെയാണ് ഭൂമി വാങ്ങിയിട്ട്, കേന്ദ്ര ഗവൺമെൻറ്റാണ് ഭൂമി വാങ്ങി ഈ ദേശീയപാത നിർമ്മിക്കുന്നത്. കേരളത്തിൽ എന്താ ചെയ്തത്? നിങ്ങൾ 25% കെട്ടിവെച്ചാലേ നിങ്ങൾക്ക് ഭൂമി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 25% കെട്ടിവെച്ചാൽ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അടച്ചാൽ മാത്രമേ ഇവിടെ നാഷണൽ ഹൈവേ വരൂ. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചത് കൊണ്ട് അവർ ആദ്യം 50% പറഞ്ഞു, പിന്നെ 40 ചർച്ച ചെയ്ത അവസാനം 25% കൊടുത്തില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ കേരളത്തിലുണ്ടാകില്ല. അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ 25% ഈ ലാൻഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം 25% കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തു. 6500 കോടി രൂപ അടച്ചു. അതിനുശേഷമാണ് ഈ ലാൻഡ് എടുത്തത്, പർച്ചേസ് ചെയ്തത്. അതിനുശേഷമാണ് നാഷണൽ ഹൈവേയുടെ വർക്ക് തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റ് സംസ്ഥാനത്തുണ്ടോ? ഇത് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണനയല്ലേ? മെഡിക്കൽ രംഗത്ത് നമുക്ക് എന്താ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത്? ഈ നാടിൻ്റെ വികസനത്തിന് കേരളത്തിന് എന്ത് സഹായമാണ് തരുന്നത്? കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ആവശ്യമുള്ള ഒരു സഹായങ്ങളും തരുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സാമ്പത്തിക സോഴ്സിൻ്റെ അർഹതപ്പെട്ട വിഹിതം പോലും കേരളത്തിന് നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. സഭയിൽ ഈ ഞാൻ ചോദിച്ച വിഷയം പലതവണ വന്നപ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, CMRലും വീണ വിജയൻ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ വീണ വിജയൻ CMRന് നൽകിയ സേവനം എന്താണെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഈ അന്വേഷണം വരുമ്പോഴും മുഖ്യമന്ത്രി ഒരു തെളിമയോടെ മറുപടി സഭയ്ക്ക് അടക്കം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഞാനത് CM ആണോ പറയേണ്ടതിൻ്റെ മറുപടി? മകൾക്കെതിരെ ഒരു കമ്പനിയും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നു. ആ കമ്പനിയുടെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ വ്യാപാരം തുടരുന്നു. അതിന് CM എന്താ പറയേണ്ട കാര്യം? അതാരോട്? അതിന് ഒന്നുകിൽ പരാതിപ്പെടണം. ആര്? ഞങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് സേവനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരല്ലേ പറയേണ്ടത്? കൺസേൺ പാർട്ടിയല്ലേ പറയേണ്ടത്? ഈ കൺസേൺ പാർട്ടിക്ക് ഇവർക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? ആരെങ്കിലും ഞങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം തന്നിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ടോ? അതിന് മുഖ്യമന്ത്രി എന്തിനാണ് വലിച്ചെടുക്കുന്നത്? മുഖ്യമന്ത്രി എന്തിനാണ് അതിൽ പോയി മറുപടി പറയേണ്ട കാര്യം? ഇതെല്ലാം കമ്പനികളും വ്യക്തികളും സ്ഥാപനങ്ങളും അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫലപ്രദമായ മാനേജ്മെൻറ്റും ഉണ്ട്.
അവർ പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിനെയെല്ലാം എടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താം. പല വഴികളും നോക്കിയല്ലോ, ഒരു വഴിയിലും ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ ഇരിക്കട്ടെ ഈ പുതിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഇത്തരത്തിൽ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതൊന്നും ഒരു നല്ല ഗുണമുള്ള കാര്യമല്ല. UDF ആവശ്യം ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്തണം. BJPയുമായിട്ട് ചങ്ങാത്തം. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഐക്യമുന്നണിയായല്ലോ BJPയും കോൺഗ്രസും തമ്മിൽ. അവരങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കേരളത്തിലെ UDF പറഞ്ഞില്ലേ? അതിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നത്, മറ്റ് കേരളത്തിലെ UDFൻ്റെ പിന്നിൽ അണിനിരുന്ന പാർട്ടികളില്ലേ? ആ പാർട്ടികളോട് ഞങ്ങൾ ചോദിക്കും, നിങ്ങളുടെ നയം ഇതാണോ? കേന്ദ്ര ഗവൺമെൻറ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യുമോ? എന്താ നിങ്ങളുടെ നയം? നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ ഞങ്ങളില്ല. ഇനി പോകട്ടെ, ഞങ്ങളോട് ഒന്നിച്ച് സമരം ചെയ്യാനാണ് നിങ്ങൾക്ക് പ്രയാസമെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യുമെന്നെങ്കിലും പറയാൻ നിങ്ങൾക്ക് ത്രാണിയുണ്ടായോ? ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? എന്തുകൊണ്ടാണ്? അത് BJPയും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഭാഗമാണത്. അതുകൊണ്ട് ഇപ്പോൾ മറുപടി പറയേണ്ടത്, ഇന്നലെയൊക്കെ നിയമസഭയിൽ വന്നിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ചൊക്കെ പ്രതിപക്ഷ നേതാവ് ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. അതൊന്നും പറയാറില്ല. എങ്ങനെ ഇടതുപക്ഷ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും താറടിക്കാം? ഇങ്ങനെയൊന്നും അപഹാസ്യപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടിയിട്ടേ ചെയ്യൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനതാൽപര്യം സംരക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടുന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കും, പോരാടും. ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ കാത്തിരിക്കൂ. 24 തെരഞ്ഞെടുപ്പ് വരട്ടെ. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾ കാണാം. ശക്തമായ പ്രതികരണം ഉണ്ടാകും. BJPക്കും UDFനും എതിരായി കേരള ജനത ഉണർന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നീചത്തരങ്ങൾക്കുമെതിരായി ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകും. വ്യക്തിഹത്യ നടത്തി, വ്യക്തികളെ തേജോവധം ചെയ്ത് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തെ കേരള സമൂഹം ശക്തമായി തിരസ്കരിക്കും. അതായിരിക്കും വരാൻ വേണ്ടി പോകുന്ന കേരളത്തിൻ്റെ അനുഭവങ്ങൾ. ഒറ്റ കാര്യം, ഷിബു സാറിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാന സർക്കാരിലേക്ക് ഈ അന്വേഷണം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫീസ് മുതലായ വീണ വിജയൻ അന്വേഷണം നടത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് ലക്ഷ്യമിട്ടെന്നാണ് ഒരു ആരോപണം LDF കൺവീനർക്കുണ്ടോ? ഞാൻ പറയേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? ആർക്കാ പരാതി? ആരാ പരാതിയായി പോകുന്നത്? ഇപ്പോൾ BJP ചേർന്നിരിക്കുന്ന ഒരാൾ, അയാൾ കുറച്ചു കാലം മുമ്പ് പകുതി BJP ആയിരുന്നു ഈ നിയമസഭയിൽ. ഞാനന്ന് നിയമസഭയിലുള്ളപ്പോൾ രാജഗോപാലനും അതുപോലെ ഇപ്പോൾ BJP ചേർത്ത നേതാവും കറുത്ത കുപ്പായൊക്കെ ഇട്ട് നിയമസഭയിൽ വന്നിരുന്നു. BJPക്ക് വേണ്ടി വക്കാലത്തെടുക്കല്ലേ? ഈ ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്താൻ വക്കാലത്തെടുക്കല്ലേ? അതുകൊണ്ടൊന്നും ഈ ഗവൺമെൻറ് ദുർബലപ്പെടുമെന്ന് ധരിക്കരുത്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ധൈര്യത്തോടു കൂടി കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ആരെ കിട്ടിയാലും ലക്ഷ്യമിടും. ഇപ്പം ഞാൻ പറയാം, എൻ്റെയൊക്കെ എന്തൊക്കെ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞത് പലതും പിന്നീട് തിരുത്തിയില്ലേ? ഇനിയും നിങ്ങൾ എന്തെല്ലാം തിരുത്താനിരിക്കുന്നു? തിരുത്തപ്പെടേണ്ടി വരും. ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഒരിക്കലും ഒരു തെറ്റും ഞങ്ങൾക്ക് സംഭവിക്കരുത്. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങൾ ജനങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനവിരുദ്ധ നിലപാടുകളും ഞങ്ങളിൽ ഉണ്ടാകില്ല. അത് കേരളത്തിലെ ജനസമൂഹത്തിനറിയാം. അതുകൊണ്ട് തന്നെ എന്ത് പ്രചാരവേല നടത്തിയാലും ഇതൊന്നും തീരെ ഏശാൻ വേണ്ടി പോകുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർ
മനസ്സിലാക്കുന്നത് നല്ലത്. പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിക്കാനാണ് അവർ സന്നദ്ധരാകേണ്ടത്. ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഷോറിനെ ED അറസ്റ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു. പക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ എത്തുന്നില്ല. അതിന് തൊട്ട് മുമ്പിലെത്തുന്നു, പോകുന്നു. അപ്പൊ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേന്ദ്ര സർക്കാരും CPM തമ്മിൽ, അല്ലെങ്കിൽ BJP CPM തമ്മിലാണ് അവരുടെ വിഷയം. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ കേരളത്തിൽ അത് ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ കോൺഗ്രസിന് വേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യണം, അല്ലേ? ആ പറയുന്നതിൻ്റെ അർത്ഥം അതല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? അപ്പം ആഗ്രഹം പുറത്തു വന്നില്ലേ? ഇത് കോൺഗ്രസ് ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം. ഡൽഹിയിലൊരു പത്രം 800 കോടിയുടെ പ്രശ്നമാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ. ED ഇപ്പോഴെന്താ കേസ് പുറത്തു വരാത്തത്? ഞാനത് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ചോദിച്ചതാ. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രമുഖമായ കോൺഗ്രസിൻ്റെ മുഖപത്ര വിൽപ്പന സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് 800 കോടി രൂപയുടെ വ്യാപാരം സംബന്ധിച്ച്, കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് ED എടുത്ത കേസ് പുറത്തു വരാത്തത്? നിങ്ങളെ പേടിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ പേടിച്ചു കഴിയല്ലേ? കോൺഗ്രസ് പേടിച്ചു കഴിയല്ലേ? ഇതുപോലെ എല്ലാവരെയും പേടിപ്പിക്കാമെന്നാണോ ധരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടും ഒക്കെ വന്നിട്ടുള്ളവരാ. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാണിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയോ നിങ്ങൾക്ക് കളങ്കപ്പെടുത്താൻ കഴിയും എന്ന് ധരിക്കരുത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ തിളക്കത്തോടു കൂടി ഉയർന്നു വരും. അതായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ മഹിമ. കാത്തിരിക്കൂ, നിങ്ങൾക്ക് കാണാം. മംഗൾ വഴി മുഖ്യമന്ത്രിയിലേക്ക് എത്താമെന്നുള്ള കേന്ദ്ര ഏജൻസികളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആലോചന, തീരുമാനം പരാജയപ്പെടും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ശരിയായ നിലപാട് സ്വീകരിച്ചേ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഏത് വഴി പിടിച്ചു വന്നാലും ഇതൊന്നും ഈ പ്രസ്ഥാനത്തെ ഒരു തരത്തിലും ദുർബലപ്പെടുത്താൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയെ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല. കേരളത്തിൽ ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല. അതിനെ ഞാൻ പറഞ്ഞത്. ഡൽഹി പോയി ചേർന്ന് വന്ന അച്ഛനും മകനും അതെന്തിനാ 5 20 പറഞ്ഞൂടെ PC ജോർജിന്? PC ജോർജിനൊരു വാക്കല്ലേ പോകുന്നുള്ളൂ. എന്തിനാ ഇപ്പോൾ PC ജോർജ് പോയി ചേർന്നത് ഇപ്പോഴും? അതൊക്കെ ഇവിടെയൊക്കെ അല്ലേ നമ്മളെല്ലാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അങ്ങനെ ഒളിച്ചു വെക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊരു വേഷം കെട്ടേണ്ട കാര്യം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. തീർച്ചയായും അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വർഗീയവൽക്കരണം ശക്തിപ്പെടുത്തുകയാണ്, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്ത ഒരു പ്രശ്നമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസമാധാനം, ഇന്ത്യൻ ജനതയുടെ ഒരു സുഖജീവിതം തകർക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന BJP നയങ്ങൾ ഇന്ത്യൻ ജനത തിരിച്ചറിയും. ഇപ്പം തിരിച്ചറിയില്ലെന്ന് ധരിച്ചിട്ടാണ് നടക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും അയോധ്യയിൽ പോകുന്നവരും ഗുരുവായൂരിൽ പോകുന്നവരും ശബരിമലയിൽ പോകുന്നവരുമെല്ലാം അവിടെ പോയി പ്രാർത്ഥിച്ചു വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. നിതീഷ് കുമാർ അവരെ ബീഹാറിൽ നിതീഷ് കുമാർ നേരെ മറുകണ്ഠം ചാടി. അതിങ്ങനെ ചാടി കളിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇമേജ് തകർന്നു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അവസരവാദ കഥാപാത്രമായി. നോക്കിക്കൊള്ളൂ നിങ്ങൾ, ബീഹാറിൽ അദ്ദേഹം ഒറ്റപ്പെടും. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹവും ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് BJPയുടെ പിന്നാലെ പോയാൽ ജയിക്കും എന്ന് ധരിച്ചും ഭയപ്പെട്ടുമാണ് അങ്ങോട്ട് പോയത്.
അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി ബീഹാറിലുണ്ടാകും. ബീഹാറിൽ ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ട് വരികയാണ്. അതിനെ ദുർബലപ്പെടുത്താനാണ് പോയതെങ്കിലും ജനങ്ങൾ അങ്ങോട്ട് പോകില്ല. ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യ നൂറ്റാണ്ട് എത്രയോ വർഷക്കാലത്തെ പാരമ്പര്യവും അനുഭവമുള്ള ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചു വരുന്നൊരു നാടല്ലേ. ആ നാട്ടിലല്ലേ വർഗീയതയുടെ വിഷം ചീറ്റി ജനങ്ങളെ മുഴുവൻ ശത്രുക്കളാക്കി പരസ്പര വിദ്വേഷവും ശത്രുതയും ഏറ്റുമുട്ടലും കലാപങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സമാധാന ജീവിതം തകർക്കുന്നത്? ഇത് ഈ രാജ്യത്തിൽ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുമെന്നാണോ? ഇത് തിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്. എല്ലാ കാലത്തേക്കും ജനങ്ങളെ വഴിതെറ്റിക്കാൻ ആർക്കും സാധിക്കില്ല. കുറച്ചു കാലത്തേക്ക് സാധിച്ചേക്കും. പക്ഷേ ഇന്ത്യൻ ജനത അതിവേഗത്തിൽ തിരിച്ചറിയും. ഇന്ത്യയിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ശക്തമായ ജനകീയ മുന്നേറ്റം ഉണ്ടാകും. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കനത്താഘാതമേൽപ്പിക്കും. അവരെന്ത് രാഷ്ട്രീയമായിട്ടുള്ള കളി കളിച്ചാൽ ഇപ്പോൾ അവർക്ക് തന്നെ ഏതാണ്ടത് ബോധ്യമുള്ളതുപോലെയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീഫ് ജസ്റ്റിസിനെ മാറ്റി BJPക്ക് അവരുടെ ഗവൺമെൻറ് ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വെക്കാം. ആ നിയമം 146 ആളുകളെ പുറത്താക്കിയിട്ട് പാസ്സാക്കി. എന്ത് തെറ്റായ നിലപാടാണ്! ഇതെല്ലാം ഈ രാജ്യത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണോ ധരിക്കേണ്ടത്? ഇപ്പോഴുള്ള അധികാരത്തിൻ്റെ ഭീഷണികളും പ്രയോഗങ്ങളും കൊണ്ട് പലരും ഒന്നും പറഞ്ഞില്ലെന്ന് വരും. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ള ശക്തി ഇന്ത്യൻ ജനതക്കുണ്ട്. കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച നാടാണിത്. ഇന്ദിരാഗാന്ധി തറപറ്റിച്ച നാടാണിത്. കോൺഗ്രസിൻ്റെ അധികാര കുത്തക അവസാനിപ്പിച്ചതാണ് ഇന്ത്യ. ആ നാടിൻ്റെ പാരമ്പര്യമുണ്ട്. ആ ജനാധിപത്യ ബോധം ഉയർന്ന് പ്രവർത്തിക്കും. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് ഇടതുപക്ഷ ചിന്ത. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. പിന്നെ കഴിഞ്ഞ സുരേഷ് ഗോപി കണ്ണൂർ വന്നിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ്റെ ജാഥ അവിടെ എത്തുമ്പോൾ ഇടുത്തിയ വീട്ട് ഈ സർക്കാരിന് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലെങ്കിലോ അയാളെന്ത് ചെയ്യും? അയാൾ പറഞ്ഞു ഇടുത്തി വീണില്ലെങ്കിലോ എന്താ നിങ്ങൾ ചെയ്യുക? ആളെ BJP വിട്ട് സന്യാസത്തിന് പോവോ? അത് അയാൾ വിശദമാക്കട്ടെ. ഒരു ഇടുത്തി വീഴുന്നില്ലെന്ന് മാത്രമല്ല, ഇത് കൂടുതൽ കരുത്തോടു കൂടി ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ട് പോകും. ഇതിങ്ങനെ ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കും. ഇതെന്താ ഒരു വലിയ രാജ്യമല്ലേ? ഇതിങ്ങനെ ഓരോരുത്തർ പറയുന്നതിനനുസരിച്ച് പോകേണ്ട നാടാണോ? നിങ്ങൾ ലോകത്തിൽ 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമല്ലേ? ആ രാജ്യത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ന്യൂ ജനറേഷൻ മുഴുവൻ. അവർ വിദ്യാസമ്പന്നരാണ്. ഈ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരായിരിക്കുമെന്നാണോ ധരിക്കുന്നത്? അതെല്ലാം അനുഭവത്തിലൂടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നതാണ് ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ. ആ ന്യൂ ജനറേഷനും ശക്തമായി BJP ഗവൺമെൻറ്റിനെതിരായി പ്രതികരിക്കും, മുന്നോട്ട് വരും. അതൊന്നും ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അധിക സീറ്റ് അവർ ചോദിച്ചിട്ടുണ്ട് ഇടുക്കി. അപ്പോൾ എന്താണ് ചെയ്യുമോ? ഓരോ പാർട്ടികൾക്കും അവരവരുടെ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് അവരവരുടെ പിന്നിൽ അണിനിരുന്ന ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ഇത്തരം പാർലമെൻ്ററി കാര്യങ്ങളിലൊക്കെ അവർ അവകാശങ്ങൾ ഉന്നയിക്കും, ഡിമാൻഡ് വെക്കും, ചർച്ച ചെയ്യും. അത് ഒരു പാർട്ടിയല്ല, എല്ലാ പാർട്ടികളും മുന്നോട്ട് വെക്കും. എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യും. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവസാനം ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എല്ലാവരുടെയും തീരുമാനമായിരിക്കും. നിങ്ങളിപ്പോൾ എഴുതി വെച്ചോളൂ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ദയനീയമായി തോക്കും. അദ്ദേഹമാണെങ്കിൽ പ്രതാപൻ ജയിക്കാൻ സാധ്യതയില്ല. രാഷ്ട്രീയ തൃശ്ശൂരിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ കളിക്കുന്നതൊന്നുമല്ല കളി, ഇതൊന്നുമല്ല കളരി. കളി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആളുകളെ കാണുമ്പോൾ അവർ കയ്യടിക്കും, അവർ ഹോ ഹോ എന്നാക്കും, അതിൽ ആവേശം കൊള്ളും, കുറേ പ്രസംഗം നടത്തും. അതല്ല രാഷ്ട്രീയം.
ജനങ്ങൾക്കിടയിൽ ഒരു ബോധമുണ്ട്. ആ ബോധത്തിൽ ഊന്നിയതായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും. ആളുകളെ കണ്ട് സുരേഷ് ഗോപി ഹരം പോകണ്ട ജയിക്കുന്നുള്ളൂ. ഒരു അദ്ദേഹം തോൽക്കും. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായി കുറച്ച് അടുപ്പവും ഒക്കെയുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ പോയി പരാജയം ഏറ്റുവാങ്ങരുത്. അതുകൊണ്ട് രാജ്യസഭയിലെങ്ങാനും കേരളത്തിൽ കിട്ടില്ല, മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ രാജ്യസഭയിൽ പോകുന്നതും ആണ് എനിക്കിഷ്ടം. ശരി, എല്ലാവരോടും.